നമസ്കാരം. ഇന്ത്യയിലെ മറ്റ് ടെലികോം കമ്പനികളിൽ നിന്ന് BSNL വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പൊതുമേഖലാ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയാണ് എന്നതാണ് ഒന്ന്. മറ്റ് കമ്പനികൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വലിയ റീചാർജ് പ്ലാനുകൾ നൽകുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇനി രാജ്യവ്യാപകമായി 4G അവതരിപ്പിക്കാൻ കഴിയാത്ത ഏക ടെലികോം കമ്പനി എന്നൊരു ചീത്തപ്പേര് മാത്രമാണ് ഇപ്പോൾ BSNL-നുള്ളത്. എന്നാലും BSNL എല്ലാവർക്കും ഇഷ്ടമാണ്. 4G ആണെങ്കിലും അതിന് മികച്ച സേവനങ്ങളാണ് നൽകുന്നത്. BSNL-നോട് അടുത്തിടെ ജനങ്ങൾക്ക് വല്ലാത്ത സ്നേഹം കൂടിയതിന്റെ പ്രധാന കാരണം കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ്. മറ്റ് ടെലികോം കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പരമാവധി ചീപ്പ് റേറ്റിൽ എത്തുന്ന BSNL പ്ലാനുകൾ പോലും ഉണ്ട്. ജിയോയും എയർടെലും എല്ലാം തോന്നും കണക്ക റേറ്റ് കൂട്ടി വരുമ്പോൾ അവിടെ ആശ്വാസമാകുന്നത് ജനങ്ങൾക്ക് BSNL തന്നെയാണ്. അത്തരത്തിൽ ചീപ്പ് റേറ്റിൽ എത്തുന്ന ഒരു BSNL പ്ലാനാണ് 797 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ. ഈ പ്ലാനിൽ ചീപ്പ് റേറ്റിലാണ് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് എങ്കിലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇത് വാലിഡിറ്റിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനാണ്. നിരവധി ആളുകൾ BSNL സെക്കൻഡറി സിമ്മായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ BSNL സിം സെക്കൻഡറിയായി ഉപയോഗിക്കുന്നവർക്ക് തങ്ങളുടെ സിമ്മിന്റെ വാലിഡിറ്റി നിലനിർത്താൻ അനുയോജ്യമായ വിധത്തിലാണ് BSNL ഈ പ്ലാന് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് ആവശ്യങ്ങൾക്കായി മറ്റ് പ്ലാനുകൾ ഉണ്ട്. ഇത്രയും ചീപ്പ് റേറ്റിൽ വാലിഡിറ്റി നിലനിർത്താൻ ഒരു പ്ലാൻ നൽകാനും BSNL-ന് മാത്രമേ കഴിയൂ. 797 രൂപയുടെ BSNL പ്ലാനിൽ ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യങ്ങൾ നോക്കിയാൽ 300 ദിവസമാണ് പ്ലാനിന്റെ വാലിഡിറ്റി വരുന്നത്. ആദ്യ 60 ദിവസത്തേക്ക് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് സൗകര്യം, പ്രതിദിനം 2 GB ഡേറ്റ, ദിവസം 100 SMS എന്നിവ ഈ പ്ലാനിൽ ലഭ്യമാകുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള 240 ദിവസവും സിം വാലിഡിറ്റി ലഭിക്കും. പക്ഷേ ഈ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. വെറും 2 രൂപ 65 പൈസയാണ് ഈ പ്ലാനിന്റെ പ്രതിദിന ചിലവ്. എന്തായാലും ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാൻ അടിപൊളി തന്നെയാണ്. ഓരോന്നും കയ്യിൽ എത്തുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത് എന്ന് പറയും പോലെ വാലിഡിറ്റി നിലനിർത്താൻ പ്ലാൻ അന്വേഷിക്കുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ അവർക്ക് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. പലരും ഇപ്പോ ജിയോ ആയാലും എയർടെൽ ആയാലും വോഡഫോൺ ഐഡിയ ആയാൽ പോലും അവർ നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ ഇൻകമിംഗ് കോൾ കട്ടാവും, അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് കോൾ നേരത്തെ തന്നെ കട്ടാവും. പിന്നീട് ഇത്രയും സമയം കഴിഞ്ഞില്ലെങ്കിൽ താൽക്കാലികമായ പോലും അത് വിച്ഛേദിക്കപ്പെടുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പലരും 300-ഉം 400-ഉം ഒക്കെ കൊടുത്ത് റീചാർജ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് വീണ്ടും. അത്തരക്കാർക്ക് വേണ്ടിയാണ് BSNL ഈ പ്ലാന് നൽകുന്നത്. 300 ദിവസത്തെ വാലിഡിറ്റിയാണ് ഇതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ടെലികോം കമ്പനികളുടെ കൊള്ളയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ പ്ലാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ ഒരു 797 രൂപയുടെ പ്ലാൻ വേണമെങ്കിൽ നമുക്ക് അനുയോജ്യമായ വിധത്തിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കാനാണ് അവസരമുള്ളത്. അതായത് ബാക്കിയുള്ള വാലിഡിറ്റി കാലയളവിൽ ഡേറ്റ വേണമെങ്കിൽ ഡേറ്റ പ്ലാനും കോളിംഗ് സൗകര്യം വേണമെങ്കിൽ അതിനുള്ള പ്ലാനും വേറെ ലഭിക്കും. അത് ഉപയോഗിച്ചാൽ മാത്രം മതിയാകും. ഡേറ്റ, കോളിംഗ് എന്നീ ആനുകൂല്യങ്ങൾ അടങ്ങിയ പ്ലാനുകൾ മാന്യമായ നിരക്കിൽ BSNL നൽകുന്നുണ്ട്. അവ വേണ്ടവർക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ചീപ്പ് റേറ്റിൽ ഒരു വാലിഡിറ്റി പ്ലാൻ നൽകി വാലിഡിറ്റി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന വരിക്കാരെയും തങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നു എന്ന ഈ ഒരു 797 രൂപയുടെ പ്ലാനിലൂടെ BSNL മനസ്സിലാക്കി തരികയാണ്.